ഫിറോസ് നമ്മളോടൊപ്പം ചെയ്യുന്നുണ്ട്. ശ്രീ പി കെ ഫിറോസ്, പി വി അൻവർ അറസ്റ്റിലായിരിക്കുന്നു. പി വി അൻവർ ഭരണകൂട ഭീകരത എന്ന വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് അറസ്റ്റിന് വഴങ്ങുന്നത്. ലീഗ് എങ്ങനെയാണ് ഈ സംഭവ വികാസങ്ങളെ, ഈ നാടകീയതയെ നോക്കിക്കാണുന്നത്? അല്ല, മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഒരു ജനാധിപത്യ പ്രവർത്തനങ്ങളെ അംഗീകരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലക്ക് ജനാധിപത്യ ശബ്ദങ്ങളെ അടിച്ചമർത്തുന്ന ഭരണകൂടത്തിന്റെ ഏത് നിലപാടാണെങ്കിലും അതിനെ അംഗീകരിക്കാൻ കഴിയില്ല. ഇപ്പോ പി വി അൻവർ ഭരണപക്ഷത്തിന്റെ കൂടെ നിന്നിരുന്ന ഒരാളായിരുന്നു. ഇപ്പൊ അദ്ദേഹം ഭരണപക്ഷത്തിനെതിരായി വിമർശനങ്ങൾ ഉന്നയിക്കുന്നു, അതിലെ കൊള്ളരുതായ്മകൾ തുറന്നു പറയുന്നു, മുഖ്യമന്ത്രിക്കെതിരെ അതിരൂക്ഷമായ വിമർശനം ഉന്നയിക്കുന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് അദ്ദേഹം നടത്തുന്ന സമരത്തിൽ പങ്കെടുത്തു എന്ന ഒറ്റ കാരണം കൊണ്ട് അദ്ദേഹത്തെ PDP ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്ത് ജയിലടക്കുക എന്ന് പറയുന്നത് ജനാധിപത്യത്തെ തല്ലിക്കെടുത്തുന്ന ഒരു സമീപനം ഭരണകൂടം സ്വീകരിക്കുക എന്നുള്ളതിന് ഒരു ഉദാഹരണമാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല. കാരണം PDPയുടെ കാര്യം തന്നെ എടുക്കാം. അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ചോദ്യം, PDPP ആക്ട് എടുത്താൽ പിന്നെ കേസ് എടുക്കണ്ടേ എന്ന ചോദ്യമാണ്. PDPP ആക്ട് പ്രകാരം കേസ് ചുമത്തപ്പെട്ട ഭരണകക്ഷിയിലെ MLA ഇപ്പോൾ കേരളത്തിൽ ഇപ്പോഴും ഉണ്ട്. നിയമസഭക്കകത്ത് കസേര മറിച്ചിടുകയും സ്പീക്കറുടെ മൈക്കും അതുപോലെ തന്നെ ചേംബറും ഒക്കെ തല്ലി തകർത്ത് PDPP വകുപ്പുകൾ ചുമത്തിയിട്ട് ഒരു ദിവസം പോലും അവരെ ജയിലടക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, കോടതിയിൽ നിന്ന് ആ കേസ് പിൻവലിക്കുന്ന ഒരു സമീപനമാണെന്ന് കേരളം ഭരിക്കുന്ന ഭരണകൂടം സ്വീകരിച്ചത്. കടന്നു വന്നതാണ്, പോലീസിന്റെ നടപടികൾക്ക് നേരിട്ട ആളാണ്. ഇന്നത്തെ സംഭവത്തിൽ അല്പം തിടുക്കം കൂടിപ്പോയോ? കാരണം നിയമപരമായിട്ട് നോട്ടീസ് കൊടുത്ത് സാധാരണഗതിയിൽ കോടതി നടപടികൾക്കൊക്കെ വിധേയമാക്കി കോടതിയുമായി ബന്ധപ്പെട്ടൊക്കെയാണ് ഇത്തരം കാര്യങ്ങളിൽ തീർപ്പ് സാധാരണഗതിയിൽ ഉണ്ടാവുക. അപ്പോൾ ഒരു വല്ലാത്തൊരു തിടുക്കം കാട്ടിയിട്ടുണ്ടോ? ഒരു സംശയമില്ല. ഒരു അവസരം കിട്ടിയ അവസരം ഏറ്റവും തിടുക്കത്തിൽ ഉപയോഗിച്ച് അദ്ദേഹത്തെ ജയിലടക്കുക എന്നുള്ളൊരു താല്പര്യം ഇതിനകത്തുണ്ടായിരുന്നുള്ളത് ഒരു സംശയമില്ലാത്ത കാര്യമാണ്. കാരണം ജനുവരി 17-ാം തീയതി നിയമസഭാ സമ്മേളനം ചേരാനിരിക്കുകയാണ്. അപ്പോൾ നിയമസഭാ സമ്മേളനത്തിലടക്കം ഈ MLA പങ്കെടുക്കാൻ പാടില്ല, സർക്കാരിനെ വിമർശിക്കുന്നവർ പങ്കെടുക്കാൻ പാടില്ല എന്നൊരു താല്പര്യം കൂടി ഇതിനകത്തുണ്ടോ എന്ന് ന്യായമായി സംശയിക്കത്തക്ക രീതിയിലാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇടപെടലുണ്ടായിട്ടുള്ളത്. ഒരു ജനപ്രതിനിധിയെ വീട് വളഞ്ഞ് ഭീകരാന്തരീക്ഷം ഉണ്ടാക്കി അറസ്റ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യവും അദ്ദേഹത്തിനെതിരെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. അറസ്റ്റിന് പിന്നിൽ മുഖ്യമന്ത്രിയും P ശശിയുമാണ് എന്ന് പി വി അൻവർ പറയുന്നതിനെ ലീഗ് പിന്തുണയ്ക്കുന്നുണ്ടോ? അല്ല, സർക്കാരാണെന്ന കാര്യത്തിൽ അതൊരു സംശയമില്ലല്ലോ. ഒരു MLA അറസ്റ്റ് ചെയ്യാൻ ആഭ്യന്തരമന്ത്രിയാണല്ലോ കേരളത്തിന്റെ മുഖ്യമന്ത്രി. കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണല്ലോ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ അറിവോ സമ്മതമോ ഇല്ലാതെ ഇങ്ങനെ ഒരു അറസ്റ്റ് ഉണ്ടാകുന്നു നമ്മളാരും വിചാരിക്കുന്നില്ലല്ലോ, വിശ്വസിക്കുന്നില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായി മുഖ്യമന്ത്രിക്കെതിരെ വലിയ വിമർശനം ഉന്നയിച്ച ആളാണ് പി വി അൻവർ. അപ്പൊ അദ്ദേഹം ജയിലിനകത്ത് പോകണം എന്നുള്ളത് മുഖ്യമന്ത്രിക്ക് താല്പര്യം ഉണ്ടാവുക സ്വാഭാവികമാണ്. അപ്പൊ ആ താല്പര്യം ഇതിനകത്ത് വന്നിട്ടുണ്ടെന്നുള്ളത് ഒരാൾ സംശയിച്ചാൽ ഒരാൾ ഒരിക്കലും കുറ്റപ്പെടുത്താൻ കഴിയില്ല. ഒരു ദിവസം ജയിലിൽ കിടക്കും പി വി അൻവർ എന്ന് ഉറപ്പാക്കുകയായിരുന്നോ? തീർച്ചയായിട്ടും കേരളത്തിന്റെ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ഭരിക്കുന്നവരുമൊക്കെ പി വി അൻവറിനെ ജയിലിൽ അടക്കണം എന്ന നിലപാടെടുത്തതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു അറസ്റ്റ് ഉണ്ടായിരുന്നുള്ളത്. വളരെ വ്യക്തമായിട്ട് ആ അറസ്റ്റും ഈ കോലാഹലമൊക്കെ കാണുന്ന ഏതൊരാൾക്കും ബോധ്യമാവും. അവിടെ ഒരു വീരപരിവേഷത്തോടു കൂടി തിരിച്ച് അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്, ഞാൻ പോയി തിരികെ വരും, ഇത് ജനകീയമായി തന്നെ ജനകീയ വിഷയമാണ്, ആ നിലയ്ക്ക് ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഉയർത്തും. അങ്ങനെ ഒരു പോസിറ്റീവ് ഫാക്ടർ അവകാശപ്പെടാൻ കഴിയുന്ന ഒരു സാഹചര്യം പി വി അൻവറിന് വന്നു ചേരുമെന്ന് കരുതണോ? അല്ല, അതൊക്കെ ഇനി വരും ദിവസങ്ങളിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമായ അഭിപ്രായങ്ങളും രാഷ്ട്രീയമായ നിലപാടുകളൊക്കെ പരിശോധിച്ചതിന് ശേഷം നമുക്ക് ബോധ്യമാകേണ്ട കാര്യമാണ്. പക്ഷെ ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യം, ഈ സർക്കാർ ഇപ്പൊ ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണം, അദ്ദേഹത്തെ ജയിലടക്കണം എന്ന താല്പര്യം മാത്രമാണ്. അല്ലാതെ കേസോ അദ്ദേഹത്തിലുള്ള ഒഫൻസോ ഒന്നും അല്ല. കാരണം അദ്ദേഹത്തെ ജയിലടക്കണമെന്ന താല്പര്യം അതിന് കുറെ കാരണങ്ങൾ ഉണ്ടാക്കി എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി, വളരെയധികം നന്ദി ശ്രീ പി കെ ഫിറോസ് ഞങ്ങളോട് പ്രതികരിച്ചതിന്.